ഇന്നത്തെ നിലയ്ക്ക് എടുക്കാവുന്നതിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് മുതൽ നമ്മൾ ഇവിടുന്ന് പിരിയുന്നു. നീ പോ മോനെ ദിനേശ്. ചുമ്മാ അദ്ദേഹത്തിന് ഒരു സ്വതന്ത്ര MLA എന്നുള്ള നിലയ്ക്ക് പല പരിമിതികളുണ്ട്, അത് നമ്മൾ അംഗീകരിക്കണം. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം LDFൽ നിന്ന് പുറത്തായി UDF അദ്ദേഹത്തെ എടുക്കുന്നതിന് വൈമുഖ്യം കാണിക്കും. ഇങ്ങനൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മറ്റേതെങ്കിലും പാർട്ടിയിൽ ചേർന്നു. പിന്നെ ഉള്ളത് BJP ആണ്. അവിടേക്ക് അദ്ദേഹത്തിന് പോകാൻ പറ്റിയ അണ്ണാ ഇനി പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകൂ. സത്യം ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഫുൾ ചിലവ് എൻ്റെ വക. അപ്പോൾ അദ്ദേഹം മറ്റൊരു പാർട്ടിയിൽ ചേർന്നു. അല്ലെങ്കിൽ ഇപ്പോൾ പാർട്ടിയിൽ ചേർന്ന് പാർട്ടി ഇല്ലാതെ നിൽക്കുന്ന തമ്മിൽ വലിയ വ്യത്യാസമില്ല. കാരണം തൃണമൂൽ കോൺഗ്രസ് കേരളത്തിലൊരു രാഷ്ട്രീയ ശക്തിയല്ല. ഇനി അദ്ദേഹമായിട്ട് രാഷ്ട്രീയ ശക്തി ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ പോലും അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന ഒരു മേൽവിലാസം അദ്ദേഹത്തിന് കിട്ടും. പിന്നെ അതിൽ വേറൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. അൻവർ തന്നെ മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഇന്ത്യ രാജ്യത്ത് തന്നെ CPMൻ്റെ ഏറ്റവും വലിയ വിരോധികൾ, CPMനോട് രാഷ്ട്രീയമായിട്ട് ഏറ്റവും എതിർപ്പുള്ള പാർട്ടി കോൺഗ്രസും അല്ല BJP അല്ല, തൃണമൂൽ കോൺഗ്രസ്സാണ്. കാരണം ഈ CPMൻ്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള കുരിശുദ്ധം നടത്തിയാണല്ലോ മമതാ ബാനർജി കൽക്കട്ടയിൽ അധികാരം പിടിച്ചത്. അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹം ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും CPMനെതിരെ പോരാടാൻ ഏറ്റവും ശക്തമായ ഒരു ബാനർ, ഒരു പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ. പിന്നെ ഒരു കാര്യം, അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇനി MLA ആയി തുടരുക ബുദ്ധിമുട്ടാണ്. കാരണം അദ്ദേഹത്തിന് കീഴ്വഴക്കമനുസരിച്ചും നിയമമനുസരിച്ചും MLA ആയി തുടരാൻ കഴിയുകയില്ല. കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെ പരിധിക്കകത്ത് അദ്ദേഹം വരും. അപ്പോൾ രാജിവെക്കേണ്ടി വരും, അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു അപമാനകരമായ പുറത്താകലേക്ക് അദ്ദേഹം പോകാൻ താല്പര്യപ്പെട്ടില്ല. അദ്ദേഹം ധൈര്യസമേതം രാജിവെച്ചു. ബുദ്ധിയുണ്ടെങ്കിൽ ഏത് കൊലകൊമ്പനെയും നമുക്ക് തളയ്ക്കാൻ നോക്കും. സത്യം പറയാലോ, ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ഒരു ഐഡിയക്ക് നിന്നോട് എനിക്ക് ബഹുമാനം തോന്നുന്നുണ്ട്. രാജിവെച്ചൊന്നും മാത്രമല്ല, ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പാക്കിക്കൊണ്ട് രാജിവെച്ചു. കാരണം നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. മൂന്നാമത് അദ്ദേഹം അവിടെ മത്സരിക്കുകയില്ല എന്ന് ആദ്യമേ തന്നെ പ്രഖ്യാപിച്ചു. അപ്പോൾ UDFകാരുടെ അതിന് ബുദ്ധിമുട്ടായി. UDFന് ഇനിയിപ്പോൾ അൻവറിനെ കൂടാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. എങ്ങനെ പോയാലും അൻവർ നോട്ടയ്ക്ക് വോട്ട് ചെയ്യാൻ ആളുകളോട് ആഹ്വാനം ചെയ്താൽ പോലും LDF സ്ഥാനാർത്ഥി ജയിച്ചു പോകും. അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ട്. LDF UDF തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്തൊരു മണ്ഡലമാണ് നിലമ്പൂർ. പിന്നെ അദ്ദേഹത്തിൻ്റെ പറഞ്ഞതിൽ എനിക്കൊരു നമുക്ക് ആർക്കും കേൾക്കുമ്പോൾ ഒരു പ്രയാസം തോന്നുന്നത് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞാണ്. അത് അദ്ദേഹം ഇന്നത്തെ ദിവസം പറയേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ്. അത് ആർക്കും മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ്. അടുത്തൊരു ഘട്ടത്തിൽ പറയാൻ പറ്റും. അതിൽ അദ്ദേഹത്തിന് ആര്യാടൻ ഷൗക്കത്തിന് ഇഷ്ടമല്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആര്യാടൻ ഷൗക്കത്തിന് അല്ലാതെ തന്നെ ഒരുപാട് വിരോധികൾ നിലമ്പൂർ മാത്രമല്ല കേരളത്തിലെമ്പാടും. ഈ ഡോക്ടർ MK മുനീറിനെയൊക്കെ വെറുക്കുന്ന ചില മതമൗലികവാദ ഗ്രൂപ്പുകൾ, അവർക്ക് ആര്യാടൻ ഷൗക്കത്തിന് ഇഷ്ടമല്ല. അതിൻ്റെ കാരണമൊക്കെ അറിയാമല്ലോ. പാഠം ഒരു വിലാപം അങ്ങനെയുള്ള സിനിമകൾ എടുത്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം തീവ്രവാദത്തിനെതിരായിട്ട് സിനിമ എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാത്തിനുപരി അദ്ദേഹം ആര്യാടൻ മുഹമ്മദിൻ്റെ മകനാണല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് ആര്യാടൻ ഷൗക്കത്തിനോട് നിലമ്പൂരുകാർക്ക് താല്പര്യമാണ് ആര്യാടൻ്റെ മകൻ എന്നുള്ളതിലേക്ക്. പക്ഷേ ഈ പറഞ്ഞ ഈ ഗ്രൂപ്പുകൾക്ക് മുസ്ലിം ലീഗ് സാമുദായിക കാരണം കൊണ്ടല്ല, അല്ലെങ്കിൽ താത്വികമായ കാരണം കൊണ്ടല്ല, ആര്യാടൻ്റെ മകൻ എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തോട് ഒരു പ്രതിപത്തിയില്ല. വിപ്രതിപത്തി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പ്രതിപത്തിയില്ല. അതുകൊണ്ട് ഇപ്പം എന്താ അങ്ങനെ നോക്കുമ്പോൾ VS ജോയിക്ക് ഒരു സൗകര്യമുണ്ട്. ഈ മലപ്പുറം ജില്ലയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരൊറ്റ ക്രിസ്ത്യൻ MLA ഉണ്ടായിട്ടില്ല. 1969 ഈ ജില്ല രൂപീകരിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ 2024-25 വരെ ഈ ജില്ലയിൽ ഒരു ക്രിസ്ത്യൻ MLA ഉണ്ടായിട്ടില്ല. അതൊരു ഘടകമല്ലേ? അറിയാമോ? അറിയില്ല. എന്നാ അറിയണം. ഈ തിരുവമ്പാടിയിലും പേരാവൂരും ഇരിക്കൂറുമൊക്കെ എങ്ങനെയാണ് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ ജയിക്കുന്നത്? കുടിയേറ്റ ക്രിസ്ത്യാനികളുടെ വോട്ടാണ്. ആര്യാടനെ ജയിപ്പിച്ചത് ഈ വോട്ട് തന്നെയല്ലേ ഏത് കാലത്തും ആര്യാടന് കിട്ടിയത്. അത് വണ്ടൂരുമുണ്ട് നിലമ്പൂരുമുണ്ട്. വണ്ടൂർ മണ്ഡലം പട്ടികജാതി സംവരണമാണ്, നിലമ്പൂർ ജനറൽ സീറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ജോയിയുടെ പേര്. പിന്നെ ജോയിക്ക് വേറൊരു മേന്മയുണ്ട്. ഞാൻ ആര്യാടൻ ഷൗക്കത്തിനെ താഴ്ത്തി പറയല്ല. ആര്യാടൻ ഷൗക്കത്ത് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം, ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ. കാരണം അത്രയും ക്വാളിറ്റിയുള്ള ഒരാളാണ്. പക്ഷേ ഈ VS ജോയി നല്ല ഒന്നാന്തരം പ്രവർത്തകനാണ്. എറണാകുളം ജില്ലയിൽ നമുക്ക് മുഹമ്മദ് ഷിയാസുള്ള പോലെ ഒന്നാന്തരം DCC പ്രസിഡൻ്റാണ്. നല്ലപോലെ ഈ മലപ്പുറം ജില്ലയുടെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് കോൺഗ്രസ് പാർട്ടി പ്രവർത്തനത്തെ വളരെ ഊർജിതമാക്കി കൊണ്ടുനടക്കുന്ന ആളാണ്. അപ്പോൾ ആ നിലയ്ക്കും അദ്ദേഹത്തിന് ഒരു മേന്മയുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഷൗക്കത്ത് തെറ്റിദ്ധരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ അൻവർ പറഞ്ഞതിൽ ലോജിക്കുണ്ട്. അൻവർ ഇത്ര ലോജിക്കായിട്ട് സംസാരിക്കുന്നത് ആദ്യമായിട്ടൊക്കെ കേട്ടെ. ഇതൊക്കെ എന്ത്? ഇനി ഒരു കാര്യം കൂടി പറയാം. ഇതിൽ പ്രധാനപ്പെട്ട അൻവർ പറഞ്ഞതിൽ പ്രധാന ഇഷ്യൂ രണ്ടെണ്ണമാണ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്റ്റാൻഡാണ്. ഒന്ന്, അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ സതീശനെതിരായിട്ടൊരു ആരോപണം ഉന്നയിച്ചു. അത് സത്യമാണ്. അല്ലാതെ ഇദ്ദേഹത്തിന് അറിയുന്ന കാര്യമൊന്നുമല്ലല്ലോ. ആരും എഴുതി കൊടുത്തു. അത് ശശിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശശിയായിരിക്കാം. അദ്ദേഹം ഇത് നിയമസഭയിൽ കൊണ്ടുവന്ന് അവതരിപ്പിച്ചു. ഈ മാർക്സിസ്റ്റ് MLAമാരോ CPM MLAമാരോ ആരും ഇത് ഉന്നയിക്കുകയില്ല. കാരണം ഇത് ഒറ്റ വായനയിൽ തന്നെ അസംബന്ധമാണ് എന്ന് മനസ്സിലാവും. പക്ഷേ അസംബന്ധമാണെന്ന് മനസ്സിലാകാനോ ഇനി പാർട്ടിയിലുള്ള അന്ധമായ വിശ്വാസം കൊണ്ടോ അദ്ദേഹം നിയമസഭയിൽ ഉന്നയിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് കളങ്കിതമായി നല്ലിട്ട് സതീശൻ്റെ ഖ്യാതിക്ക് വല്ല കുഴപ്പം സംഭവിച്ചു.
സതീശൻ ഇങ്ങനെ പായയിൽ പണം പൊതിച്ചുകൊണ്ട് പോയി എന്ന് സുരേഷ് തോന്നിയിട്ടുണ്ടോ? ഒടിപ്പാറയ്ക്ക് തോന്നിയിട്ടുണ്ടോ? ഫാസൽ ഗഫൂർ തോന്നിയിട്ടുണ്ടോ? ആർക്കെങ്കിലും തോന്നി? ഏഷ്യാനെറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും അത് വിശ്വസിച്ചിട്ടുണ്ട്? ഒരാൾ വിശ്വസിച്ചില്ല. പിന്നെ അൻവറിനെ കൊണ്ട് ചെയ്യാവുന്ന അദ്ദേഹം ചെയ്തു. അദ്ദേഹം മാപ്പ് പറഞ്ഞു. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നുമല്ല. ഞാൻ ഈ അൻവറിൻ്റെ പടപ്പുറപ്പാട് തുടങ്ങിയ സമയത്തോട്ട് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ് അൻവർ പെട്ടെന്ന് പുറത്തു വന്നതല്ല, മുന്നണിക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ ക്രമസമാധാന പരിപാലനത്തെ എതിർക്കുന്നത്? ഞാൻ അന്ന് പറഞ്ഞു, ഇതിൻ്റെ പുറകിൽ CPM-ൽ തന്നെ വേറെ ചില നേതാക്കന്മാരാണ്. ആ നേതാക്കന്മാരുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ എനിക്കറിയാം, ഞാനിവിടെ പറയില്ല. സത്യത്തിൽ ഇവർ ചാടി കയറ്റി ഈ പാവത്തിനെ രംഗത്ത് കൊണ്ടുവന്നതാണ്. അവർ അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും കൊടുത്തു. ഈ നേതാക്കന്മാർ മാത്രമല്ല, വിദേശത്തുള്ള ചില മൂലധന ശക്തികളും ഈ രീതിയിൽ പിന്തുണന്നു. അതുകൊണ്ടാണ് അദ്ദേഹം എന്താ പറയുക, ഈ അന്തമില്ലായ കാണിച്ചത് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അടുത്ത സ്റ്റേജിൽ പിണറായി വിജയൻ കണ്ടുപിടിയപ്പോൾ, അല്ലെങ്കിൽ അൻവർ തന്നെ പറഞ്ഞ് അതിന് കടന്നപ്പോൾ നേതാക്കന്മാരൊക്കെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. അൻവർ വിളിച്ചാലും ഫോൺ എടുക്കില്ല. അൻവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. എങ്ങനെയാണ് അൻവർ റിബലായത്? എങ്ങനെയാണ്? രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ സതീശൻ പായയിൽ കെട്ടി പണം കൊണ്ടുപോയി എന്നൊക്കെ ആരോപിച്ചിരുന്ന അൻവർ പെട്ടെന്നൊരു ദിവസം ഈ പിണറായി സത്തിനെതിരാവുന്നു. അതിനുമുമ്പായിട്ട് അദ്ദേഹം ഘട്ടഘട്ടമായിട്ടാണ് ആദ്യം മലപ്പുറം SP-ക്കെതിരായിട്ട്, പിന്നെ മുൻ SP-ക്കെതിരായിട്ട്, പിന്നെ പോലീസ് മേധാവിക്കെതിരായിട്ട്, അത് കഴിഞ്ഞ് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായിട്ട്, അവസാനം മുഖ്യമന്ത്രിക്കെതിരായിട്ട്. അങ്ങനെ പടക്കടകുദാഹവ എന്തൊക്കെ മേളായിരുന്നു. പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി പിണറായി സത്തിൻ്റെ ശവപ്പെട്ടിയിൽ ആടിയടിക്കുന്ന ചിന്തയിലേക്ക് അൻവർ പോയത്. അൻവറെ ചർച്ചയ്ക്ക് വിളിച്ച പുള്ളി അത് പറയില്ല, പുള്ളി അത് സൂചിപ്പിച്ചു. പക്ഷേ ഈ പറഞ്ഞ നേതാക്കന്മാർ അദ്ദേഹത്തെ ചാടി കയറ്റിയതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്നിപ്പോൾ ഈ ദുർഗതി എന്ന് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിന് ഈ സ്ഥിതി ഉണ്ടായത് എന്നുള്ളതിന് സ്പഷ്ടമാണ്. അങ്ങനെ അൻവർ തീപ്പന്തമായോ തീപ്പൊരിയായോ എന്ന് ചർച്ച ചെയ്യുമ്പോഴും ഉൾപാർട്ടി പ്രശ്നത്തിൽ പൊട്ടിയൊലിച്ചതാണ് അൻവറിന്റെ വായിലൂടെ പുറത്തു വന്നെന്നുള്ളത് സ്പഷ്ടമാവുകയാണ്. ചില നേരത്തെ സത്യങ്ങൾ നുണയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും. ഞാൻ പോകുന്നു. ബൈ.